എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, മത്സരത്തിന്റെ അജണ്ട ഇന്ന് ഏറ്റവും കൂടുതൽ OTT റിലീസുകൾ കിട്ടുന്നവർ ആരാണോ അവർ വിജയിക്കും. ഭയങ്കര വെറൈറ്റി വെറൈറ്റി പിടിച്ച് 2 ദിവസം ചിന്തിച്ചിട്ടാണ് കിട്ടിയത്. തുടങ്ങാം. ഇതിൽ വെബ് സീരീസും സിനിമയും ഒക്കെ ഉൾപ്പെടും കേട്ടോ. OTT ആണോ? ഓക്കെ, നോക്ക് ഹെഡല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ. അടിപൊളി വെബ് സീരീസ് ആണ്. ഫാർമ. നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. വെബ് സീരീസ് ആണ്. സിനിമ കുഴപ്പമില്ലടാ, അത് സിനിമ തന്നെ പറയും. അങ്ങനെ പറയാം. ഓക്കെ, ഈ വെബ് സീരീസ് വേൾഡ് പ്രീമിയർ നടത്തുന്നുണ്ട് നവംബർ 27 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ. ഗോവയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലാണ് ഇതിന്റെ പ്രീമിയർ നടത്തുന്നത്. ഓക്കെ, PR അരുണാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ആള് തന്നെയാണ് സ്ക്രിപ്റ്റും. 27 ഒക്ടോബർ 27 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള വെബ് സീരീസ് ആണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അത് OTT വരുന്ന സംഭവമല്ലല്ലോ ഇപ്പൊ വരുന്നല്ലോ അല്ലേ. മാറ്റി വെച്ചേക്ക്. എനിക്ക് ഇതൊന്നും വിജയം വേണ്ട. അതാണ് തരൂലല്ലേ. അടിപൊളി സിനിമയുടെ തട്ടിയത് കിട്ടുമോ? ഫാർമ കിട്ടൂല. പോയില്ലേ. നവംബർ 19 OTT റിലീസ്. ഹോട്ട്സ്റ്റാറിലാണ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഓക്കെ, അടുത്ത കിഴി 1-0. എന്താണ് അറിഞ്ഞൂടാ. അല്ല, 2 ദിവസമായിട്ട് ഇത് നിനക്ക് തന്നെയാണല്ലോ കിട്ടുന്നത്. എനിക്കാ കിട്ടുന്നത്. ആ വൈബ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് കിട്ടുന്നു. കങ്കുവ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ ഒഫീഷ്യലായിട്ട് ഇവർ പുറത്തു വിട്ടതാണ്. 127 കോടി 3 ദിവസം കൊണ്ട്. അതെ, പോസ്റ്റർ. ഓക്കെ, ഒരു വർത്താനത്തിനും ഞാനില്ല. എന്താടാ? അല്ല, പൈസ കളക്ഷന്റെ കാര്യം പറഞ്ഞതാ. സത്യമാണോ? ഒരു വർത്താനത്തിനും നമ്മളില്ല. അതെ, സത്യമാണെന്നും പറയുന്നില്ല, സത്യം അല്ലാന്നും പറയുന്നില്ല. എന്താണെങ്കിലും അടുത്ത കിഴി മഹാവതാർ സിനിമയുടെ റിലീസ് 2026 ക്രിസ്മസ്. ഓക്കെ, അമർ കൗശിക് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. എന്താ ലുക്കില് കൗശലാന്ന് പറയോ? ഒരു 8 ദിവസം കൊണ്ട് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് കാളിയല്ലേ ഫസ്റ്റ് ഒരു ഇത് വന്നില്ലേ അവിടെ പൃഥ്വിരാജിന്റെ ഫോട്ടോ, അതിൽ ഇതേ ഭീകര സാധനമായിരുന്നു. ഫാൻമേഡ് ആയിരുന്നു തോന്നുന്നു വന്നത്. ഭീകര സാധനം അതേപോലെ ഉണ്ട്. ഇത് പക്കാ ലുക്കാട്ടോ, ഒറിജിനൽ. ഓക്കെ, അടുത്ത കിഴി പ്രാവിൻകൂട് ഷാപ്പ്. പ്രാവിൻകൂട് ഷാപ്പ് സിനിമ റിലീസിന് പ്ലാൻ ചെയ്തിരുന്നത് ക്രിസ്മസിലേക്കായിരുന്നു കേട്ടോ. പക്ഷേ ക്രിസ്മസിൽ നിന്ന് റിലീസ് ഡേറ്റ് മാറ്റും എന്നുള്ളതാണ് കേൾക്കുന്നത്. പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത. ശ്രീനിവാസനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ബേസിൽ ജോസഫ്, സൗബിൻ, ചെമ്പൻ വിനോദ് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. അത്യാവശ്യം നല്ല ഹൈപ്പുള്ള ഒരു സിനിമയായിരുന്നു. എന്താകും എന്തോ. നന്നായി, അത് നന്നായി. അല്ല, അത് ഡിസംബർ റിലീസ് ഇല്ലാതിരിക്കാനാ നല്ലത്. അത്രങ്ങാണ് സിനിമകളാ. ഒഴിഞ്ഞു വരട്ടെ, മാറി എന്നിട്ട് അല്ലേ. അതെ, അടുത്തത് പുഷ്പ 2 സിനിമയുടെ റൺ ടൈം പുറത്തു വന്നിട്ടുണ്ട്. 3 മണിക്കൂറും 9 മിനിറ്റും 14 സെക്കൻഡ്. 3:10. 3 മണിക്കൂറും 10 മിനിറ്റും. ഫഫയുടെ അഴിഞ്ഞാട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ നമുക്ക് അല്ല വേറെ ലെവലായിരിക്കും. സിനിമ ആ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അളിഞ്ഞ കോമഡിയെ കൊണ്ടെന്ന് വെച്ചിട്ട് ലാഗടിപ്പിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ പേടി. കിസ്സടിക്കാൻ വണ്ടിയിൽ കയറ്റി പൈസ കൊടുത്തിട്ട് കിസ്സടി എന്തൊക്കെ അവസ്ഥയായിരുന്നു. അതൊക്കെ ഭീകരമായിരുന്നു. എന്തായാലും അടുത്ത കിഴി സൂര്യ 45. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. RJ ബാലാജി ഇതിനെക്കുറിച്ച് ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് തിയേറ്ററിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സുകൾ ഉണ്ടാവുന്ന സിനിമയായിരിക്കും സൂര്യ 45 എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ടൈറ്റിലൊക്കെ അതിൻ്റെ വഴിക്ക് കൃത്യ സമയങ്ങളിൽ പുറത്ത് വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കഥ കേട്ടിട്ട് സൂര്യ ഓക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ഫുള്ള് കേട്ടിട്ട് പറഞ്ഞാൽ പോരെ. ഏതായാലും അല്ലേ, സത്യം. അല്ല, നല്ലതാണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് കാന്താര 2 സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 2, 2025. അപ്പം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഇനിയും കാത്തിരിക്കണം. ഓക്കെ,
അടുത്ത കിഴി. ഒരു സെറ്റ് പടം മിഥുൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായേക്കാവുന്ന സിനിമ. സംഭവം അത് സത്യമാണ് എന്നുള്ളതിന്റെ സൂചനയൊക്കെ ചെറുതായിട്ട് കിട്ടുന്നു. ആൾ ഇന്നലെ ഇട്ടൊരു പോസ്റ്റും അത് തന്നെയാണ്. ഒരു സെറ്റ് പടം എന്നിട്ടിട്ട് ലാലേട്ടന്റെ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ സോങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മതിയല്ലോ തീ പിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ സത്യം പറയട്ടെ, ജിത്തു മാധവനും ലാലേട്ടനും ഒരുമിച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന സിനിമ അതാണ്. എമ്പുരാനേക്കാളൊക്കെ മുകളിൽ കാത്തിരിക്കുന്ന സിനിമ. ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ജിത്തു മാധവൻ എനിക്ക് അത്രക്ക് വിശ്വാസമാണ് അത് മേക്കിങ്ങിൽ. അടുത്തത് കാന്ത. കാന്ത സിനിമയുടെ ന്യൂ സ്റ്റില്ല്. കാന്ത ആരാ? എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പറ. എന്താ പുതിയ സ്റ്റില്ലെന്ന് കാണിച്ചു ശരി പറയാന്ന് എന്ത് പറയാൻ കാണിച്ചു അല്ലേ? ഓക്കെ, അടുത്ത കിഴി. പോന്നോട്ടെ. സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന പ്രഭാസ് നായകനാകുന്ന സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നമുക്ക് ഇറക്കിയാലോ സന്ദീപ് റെഡ്ഡി വാങ്കേ എന്ന് ചോദിക്കാൻ വന്നതാണ് ഈ കീഴിൽ. പറ്റില്ലെന്നോ? ഓക്കെ, എന്നാൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഡോൺലി സിനിമയിലുണ്ടോ? അല്ല, ഞാൻ അപ്പോൾ നമ്മുടെ സന്ധ്യ റെഡ്ഡി വാങ്ക ഇങ്ങോട്ട് മറുപടി തരികയാണ്. നിങ്ങളുടെ പ്രതീക്ഷയൊന്നും കളയണ്ട, നിങ്ങൾ കാത്തിരിക്കുന്നതിനുള്ള ഫലം ഉണ്ടാവും. വെയിറ്റ് വിൽ ബി വർത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം ചോദിക്കാൻ വരുമായിരുന്നു. നീ മറ്റേ OTT റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? റെഡിയാകെ വയ്ക്കാം. 1500 കോടിക്ക് നീ OTT എടുക്കാൻ ഏതെങ്കിലും ടീമിനെ കൊണ്ട് കൊടുക്കുമോ? ആരെ കൊണ്ട് കൊടുക്കും? 1500 കോടി ഇന്ത്യൻ സിനിമ. ഈ വീഡിയോ ആരും കാണാതിരിക്കട്ടെ. നെറ്റ്ഫ്ലിക്സിനെ കൊണ്ടുപോകാന്ന് പറയും. ചിലപ്പോ ഞങ്ങൾ ആ രീതിയിലുള്ള ബിസിനസ് ചിന്തിക്കാന്ന്. വെറുതെ പുറത്തിറക്കിയിട്ട് അതിന് പ്രമോഷൻ പിന്നെ ദൂരം പൈസ കൊടുക്കാൻ പ്രൊമോട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ അതിലും നല്ലത് ഡയറക്റ്റ് നീ ഒരു 1500 കോടിക്ക് ആളെ എത്തിച്ചേരുവാണെങ്കിൽ സെറ്റാക്കി കേൾക്കാം. വിടുതലേ പാർട്ട് 2. എന്താണെങ്കിലും സിനിമയുടെ ഓഡിയോ ലോഞ്ച് 26-ാം തീയതി നടക്കുന്നുണ്ട് കേട്ടോ. നവംബർ 26-ന്. കാത്തിരപ്പോ. സംഭവത്തിന്റെ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. അതില് നമ്മുടെ മഞ്ജു വാര്യറിന്റെ ലുക്ക് ഇല്ലേ, മുടിയൊക്കെ വെട്ടി ഒരു സുഖല്ലേ, ഒരു രസം തോന്നിയില്ല. എന്താ അങ്ങനെ അറിഞ്ഞൂടാ, കുറക്കാൻ വേണ്ടി ചെയ്തത്. ക്യാരക്ടർ ചിലപ്പം ഒരു രക്ഷയില്ലാതെ ക്യാരക്ടർ. പിന്നെ ധനുഷ് ഒരു സോങ് പാടുന്നുണ്ട് കേട്ടോ അതിനകത്ത്. അതെ. ഓക്കെ, അടുത്ത കഴിയും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഉജ്ജ്വലമായിട്ട് ഇതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. എന്താ ആരായിരിക്കും ഇവിടെ? അറിഞ്ഞൂടാ, ഏതോ ഒരു വലിയ മുന്തിയ വില്ലനാണെന്ന് തോന്നുന്നു. നീ എന്തായാലും ഈ കിഴിയും കൂടെ എടുത്തിട്ട് ഞാൻ പറയാം. അവസാനത്തെ കിഴിയാ. ബാഗി 4 സിനിമയുടെ റിലീസ് ഡേറ്റും ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. റിലീസ് സെപ്റ്റംബർ 5, 2025. രക്ഷയില്ലാട്ടോ, കീഴിലും പോസ്റ്ററാണ്. ഇതിന്റെ ഒരു ഭാഗം ഞാൻ കണ്ടിട്ടില്ല. ഗംഭീര സാധനങ്ങളാണ് കേട്ടോ. നല്ല ഹിറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ടൈഗർ ഷ്രോഫ് നായകനാണ്. എന്താണെങ്കിലും കണ്ടു നോക്കൂ കേട്ടോ. OTT മൂഡ് തന്നെ ആയിക്കോളൂ, ഒരെണ്ണം കണ്ടാൽ മതി. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാ ആണല്ലേ. എന്തായാലും ഇന്നത്തെ കിഴി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാനതല്ല ഞാൻ പറഞ്ഞത്, ഈ കിഴി കൂടെ എടുത്തിട്ട് പറയാന്ന് പറഞ്ഞില്ലേ. ആ ഉജ്ജ്വലനെ കിട്ടിയപ്പോളേ അതെല്ലാം കയറി പിടിക്കാന്ന് കരുത്. നമ്മൾ ഒരിക്കലേ കൂടുതൽ നന്മ കാണിക്കാൻ പാടില്ല. എന്ത് നന്മ? അത് നന്മയല്ല. ഡേറ്റ് വന്നിട്ടില്ല സിനിമ എന്ന് OTT വരും എന്നുള്ളത്. അതൊക്കെയാണ്. പക്ഷെ OTTക്ക് വേണ്ടിയുള്ള സീരീസ് ആണത്. അതുകൊണ്ട് പക്ഷെ ഞാനത് എൻ്റെ നന്മ കാരണം, എൻ്റെ സത്യസന്ധത കാരണം, എൻ്റെ തോൽവിക്ക് വേണ്ടി വിനിയോഗിച്ചു. കാരണം എന്താ, മത്സരിക്കുന്ന ആളാരാ? ഓപ്പോസിറ്റ്. ആ ആളത് ഒന്ന് എനിക്ക് പറഞ്ഞു തന്ന് എന്റെ കണക്കിൽ എന്റെ സ്കോർ ബോർഡിൽ ഒന്ന് എഴുതിയതായിരുന്നു. ഞാനത് OTT എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആക്കിയായിരുന്നു. സത്യമായിട്ടും ഞാൻ ഇവൻ പിന്നെ അത് അങ്ങനെയല്ല, റിലീസിന്റെ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും കത്തിയത്. പിന്നെ ഞാനത് വായിച്ചു കളയൂലേ, പിന്നെ ടെറിട്ടറി കയറ്റൂല. അത്രേ ഉള്ളു. അപ്പൊ എന്തായാലും സത്യസന്ധത ഉള്ളവർക്ക് എന്തായാലും ജീവിക്കാൻ ഇച്ചിരി പാടാ, കുറച്ച് ബുദ്ധിമുട്ട്. അത്രയല്ലേ ഉള്ളൂ കിഴിയിലും. അപ്പൊ പോവാം, അവർക്കറിയാം. പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.
ബൈ. ബൈ.